നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ സൂര്യനും ബുധനും, 2-ൽ വ്യാഴം, 3-ൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി, 11-ൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിലേക്ക് ചൊവ്വ. ലഗ്നത്തിൽ മിഥുനൻ രാശിയിൽ ബലവാനായ ബുധൻ നിൽക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. എല്ലാ അരിഷ്ടതകളെയും ബുധൻ മാറ്റും. ബുധോ മൂർത്തികോ മാർജിത അന്യരിഷ്ടം വരിഷ്ഠാദിയ വൈഖരീവൃത്തിഭാജ. നല്ല ബുദ്ധിശക്തി പ്രകടിപ്പിക്കും. ചികിത്സാവിധ, എല്ലാ പ്രശ്നങ്ങൾക്കും തനിക്ക് ചികിത്സ അറിയാൻ പറ്റും. താനൊരു കൺസൾട്ടൻ്റായി ശോഭിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അതിലൂടെ തൻ്റെ ഒരു കൺസൾട്ടൻസി സ്ഥാനങ്ങൾ, അത് ഭൂമിയായാലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലായാലും ഒക്കെ തന്നെ ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. വികത്തന ശാസ്ത്രകലാ വിദഗ്ധ, തൻ്റെ ശാസ്ത്രത്തിലും കലയിലും തൻ്റെ കർമ്മ മേഖലയിലും വൈദഗ്ധ്യം പ്രകടിപ്പിച്ച് തനിക്ക് മുന്നോട്ട് പോകാം. ഇവിടെ 12-ലെ ചൊവ്വ ശ്രദ്ധിക്കണം. ശാരീരികമായി ഡിസ്ക്, നടുവേദന വരും. രാത്രിയുടെ യാത്ര ഏറ്റവും ശ്രദ്ധിക്കണം. രാത്രി യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവുക, ചതിക്കപ്പെടുക മുതലായവ സംഭവിക്കും. 2 വീലറുകാരും വളരെ ശ്രദ്ധിക്കുക. ബഹുപാത്ര രാശി 4 പാദങ്ങളുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വളരെ ജാഗ്രത പാലിക്കണം. കാരണം അധോമുഖ രാശിയാണ്. മിഥുനം നിശാരാശിയാണ്. രാത്രി യാത്രയിൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. ശ്രദ്ധിക്കുക. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാവുക. കാരണം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. അതിനെ ശ്രദ്ധിക്കുക. ഈ 2-ൽ വ്യാഴം നിൽക്കുന്ന കർമ്മമേഖല വളരെ നല്ലതാണ്. 11-ൽ ചന്ദ്രനുണ്ട്. സ്ത്രീയോന്തപുരെ വിശ്രമസ്ഥ, അന്തപുരത്തിൽ സ്ത്രീകൾ വിശ്രമിക്കും. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക. പുതിയ കുട്ടി വീട്ടിലേക്ക് കടന്നു വരിക. പലപ്പോഴും സന്താനങ്ങളെ കൊണ്ട്, മൂത്ത സന്താനങ്ങളെ കൊണ്ട് ചില മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. ക്രിയാവൈകൃതി കന്യക വസ്തുലാഭ, അല്ലേ? ക്രിയയിൽ വികൃതിയുള്ള കന്യകമാരുണ്ടാകുമെന്ന്. പലപ്പോഴും ഈ ഒരു വാരം പെൺകുട്ടികളെ കൊണ്ട് ചില പൊറുതിമുട്ടലുകൾ ഉണ്ടാകും. അവരുണ്ടാകും ചില പൊല്ലാപ്പുകളെ കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും. മിഥുൻ രാശിക്കാർക്ക് എന്നറിയണം. ഇവിടെ നിർബന്ധമായും 12-ലെ ചൊവ്വയുള്ളത് കൊണ്ട് ചൊവ്വാഴ്ച നന്നായി ദേഹമുട്ടി ചെയ്യണം. അപ്പോൾ ശത്രു സംബന്ധമായ ദുരിതം മാറാൻ ശത്രുസംഹാര ഗുരുതിയും കഴിപ്പിക്കുക. ബാക്കി എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഈ ഒരു വാരം അനുകൂലമായി ഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.